ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വിസി നിയമനത്തിൽ വീണ്ടും സർക്കാർ ഗവർണർ പോര്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചതിൽ ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങും. ശിവപ്രസാദിനെയും സിസ തോമസിനെയും നിയമിച്ച നടപടി തിരുത്താൻ ചാൻസലറോട് ആവശ്യപ്പെടും. ഉടൻ പുതിയ പാനൽ സമർപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഗവർണർ കോടതി വിധി ലംഘിച്ചുവെന്ന് സുപ്രീംകോടതിയെയും സർക്കാർ അറിയിക്കും. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, രണ്ട് സർവകലാശാലകളിലേക്കും സർക്കാർ കൊടുത്ത പാനൽ തള്ളിക്കൊണ്ടാണോ നേരത്തെ താൽക്കാലിക വിസിമാരായിരുന്നവരെ ഇപ്പോൾ ഗവർണർ വീണ്ടും നിയമിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട്? അതെ സുജയ, നേരത്തെ സർക്കാർ നൽകിയ പാനലുകൾ രണ്ടും അവഗണിച്ചുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് നേരത്തെ ചുമതലയിലുണ്ടായിരുന്ന സിസ തോമസിനും അതിനോടൊപ്പം തന്നെ ഡോക്ടർ കെ ശിവപ്രസാദിനും ചുമതല നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് ഉച്ചയോടുകൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അടുത്ത 6 മാസത്തേക്ക് ഇരുവരും തന്നെയായിരിക്കും സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സമയപരിധി അടക്കം നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ചാൻസലർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം നേരത്തെ പലതവണ ഈ വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം നേരിട്ട് രാജ്ഭവനിലെത്തുകയും ഈ വിഷയത്തിൽ രമ്യതയിലേക്ക് കടക്കുവാനുള്ള നീക്കമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ രമ്യതാ ശ്രമങ്ങളെല്ലാം തന്നെ, സമവായ ശ്രമങ്ങളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലേക്ക് ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതാണ് രാജ്ഭവൻ ഈ വിഷയത്തിൽ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി വിധി ശരിവെക്കുന്നതാണ് സുപ്രീം കോടതി വിധിയെന്നും സർക്കാരിന് അനുകൂലമാണ് വിധി എന്നതുമാണ് സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ പോരാട്ടം എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. രാജ്ഭവനിലേക്ക് ഉടൻ തന്നെ പുതിയ പാനൽ നൽകാനാണ് തീരുമാനം. അതിനു മുന്നോടിയായി തന്നെ രാജ്ഭവനോട് ഈ എടുത്ത തീരുമാനം, അതായത് ഇരുവർക്കും വൈസ് ചാൻസലർമാരായി ചുമതല നൽകിയ തീരുമാനം പിൻവലിക്കണമെന്നും അത് തിരുത്താൻ രാജ്ഭവൻ തയ്യാറാകണമെന്നും സർക്കാർ ആവശ്യപ്പെടും. സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും 12ാം വകുപ്പ് പ്രകാരമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. എന്തെങ്കിലും തരത്തിലേക്ക് നിയമവിരുദ്ധമായ നടപടി രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ആവശ്യപ്പെടാൻ സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമനം പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെടും. കൂടാതെ തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ തരത്തിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള 3 പേരടങ്ങിയ 2 പാനലുകൾ വീതം 2 സർവകലാശാലകൾക്കും വേണ്ടി രാജ്ഭവനിലേക്ക് സർക്കാർ ഉടൻ തന്നെ സമർപ്പിക്കും. മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരും തമ്മിൽ ബഹളം. മിനി കാപ്പന് ആക്സസ് നൽകുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർത്തു. ഇതിനെതിരെ BJP, കോൺഗ്രസ് അനുകൂല സംഘടനകളിലെ ജീവനക്കാർ സംഘടിച്ചെത്തിയതോടെയാണ് സംഘർഷമായത്. ഗോപാൽ, എന്താണ് അവിടെ നടന്നത്? കേരള സർവകലാശാലയിൽ വീണ്ടും ഒരു പോർക്കളം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കഴിഞ്ഞ ദിവസം മിനി കാപ്പന് ആക്സസ് നൽകുകയും രജിസ്ട്രാർ അനിൽകുമാറിന്റെ ആക്സസ് പിൻവലിക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇടത് സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അസാധാരണ നീക്കമുണ്ടായിരിക്കുന്നു. അതായത് സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തുകയും അവരുടെ ക്യാബിനിലേക്ക് അതാത് വകുപ്പുകളിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. വിളിച്ചു വരുത്തിയതിനു ശേഷം അനിൽകുമാറിന് ഉണ്ടായിരുന്ന ആക്സസുകൾ മടക്കി നൽകണമെന്ന്, മിനി കാപ്പന് ഈ ഫയലിംഗിന്റെ ആക്സസ് നൽകരുത് എന്നുമുള്ള നിർദ്ദേശം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകി. അതിന് കാരണം ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഡോക്ടർ കെ സെൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ച് സർവകലാശാലയോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പാടില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അനിൽകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഫയൽ ആക്സസ് മടക്കി നൽകണം എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇതിനെ എതിർത്ത് കോൺഗ്രസ്, BJP അനുകൂല ജീവനക്കാരുടെ സംഘടനകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ രംഗത്ത് വരികയും സിൻഡിക്കേറ്റ് അംഗങ്ങളും BJP, കോൺഗ്രസ് സംഘടനയിലെ ജീവനക്കാരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും തർക്കമുണ്ടാവുകയും ചെയ്തു. അതാണ് സർവകലാശാലയിൽ സംഭവിച്ചത്. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.